Hello my dear friends and lovely viewers. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ഫിൽഡ് പാൻകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചിടുക. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 1/4 കപ്പ് പാലാണ് ഇതിന് വേണ്ടി വന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെൽഫ് റൈസിങ് ഫ്ലവർ ആണ് ഞാൻ ചേർത്തത്. അതില്ലാന്നുണ്ടെങ്കിൽ മൈദ മാവിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്താൽ മതിയാകും. അറൗണ്ട് ഒരു 1/2 കപ്പോളം മാവ് ചേർത്തിട്ടുണ്ട് 2 സെക്ഷനായിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർക്കുക. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടി കൂടിയ ഒരു കൺസിസ്റ്റൻസിയാണ്. എങ്കിൽ മാത്രമേ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊങ്ങി വരുള്ളൂ. ലിക്വിഡ് കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശയുടെ ഒക്കെ പോലെ ഇരിക്കും. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു മണം വരും. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി പാൻ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ബട്ടർ ഇടണം. ബാറിൻ്റെ ഷേപ്പിലാണ് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അമ്മ ബാറാണ്, അപ്പോൾ പാൻ കേക്ക് ഇച്ചിരി വലുതായിരിക്കണം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ചോക്ലേറ്റ് സ്പ്രെഡാണ്. ചോക്ലേറ്റ് സ്പ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം മെൽറ്റാവുന്ന ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വച്ചാലും മതിയാവും. ഇനി ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പുറത്ത് കുറച്ചും കൂടി മാവ് ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മമ്മ ബെയറിൻ്റെ 2 ചെവിയും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം വേവിക്കുക. ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ബെയറിൻ്റെ ചെവി രണ്ടാമത് ചെയ്തതിന് കാരണം ആ ഒരു സർക്കിൾ ഡിഫൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫേസും ഇയേഴ്സും രണ്ടായിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി ബേബി ബെയറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാൻ കേക്കാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രി 1 മണിക്കാണ്. കാരണം രാവിലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര അലമ്പാണ്. പിന്നെ ഞാനിതെടുത്ത് ഒരു ബോക്സിനകത്ത് അടച്ചു വയ്ക്കും, എന്നിട്ട് രാവിലെ കൊടുക്കും. അതാണ് പതിവ്. ഞാൻ രാവിലെ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു മണം, ഞാൻ വല്ല സഹായവും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. അപ്പം അത് കാരണമാണ് പരിപാടിയെല്ലാം നൈറ്റാക്കിയത്. അപ്പോൾ ബേബി ബെയറിനും 2 കുട്ടി ചെവി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ബേബി ബെയറും റെഡി ആയിട്ടുണ്ട്. ഇനി 2 പേരും എടുത്ത് പ്ലേറ്റിൽ വെച്ചു. എന്നിലെ കലാകാരിയെ ഞാൻ പിന്നെയും പുറത്തെടുത്തു. ചോക്ലേറ്റ് സ്പ്രെഡ് വെച്ചിട്ട് തന്നെ ബാസിന് 2 കണ്ണും മൂക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻസ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. ഈ പാൻ കേക്കിനകത്തും ഫുള്ളും ചോക്ലേറ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു സർപ്രൈസും കൂടി ആയിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുമല്ലോ അല്ലേ. ഇനി ഇതൊക്കെ ഞാൻ പറക്കിയെടുത്ത് ബോക്സിനകത്താക്കി വയ്ക്കും. ഇവിടെ തണുപ്പായത് കാരണം ഫുഡൊന്നും പെട്ടെന്ന് ചീത്താവില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ ക്ലോസ്ഡ്. ഓക്കെ, ബൈ.